എല്ലാം ഞാൻ പറഞ്ഞു ശരിയാക്കിയിട്ടുണ്ട്. കയറിക്കോ. വാടാൻ നല്ല ദേഷ്യത്തിലാട്ടോ. ഇത് നിന്റെ ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഇങ്ങനെ ലേറ്റ് ആയിട്ട് കയറാനൊന്നും നിൽക്കണ്ട. ഓക്കെ? എന്തേ കയറുന്നില്ലേ? ആ, ഞാൻ കയറാൻ പോവാ. താങ്ക്സ്. ഗുഡ് നൈറ്റ്. താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നാളെ വരുമ്പോ കുറച്ച് ധൈര്യം കൂട്ടിയിട്ട് തന്നെ വന്നോ. ഫ്രണ്ടിനോട് പ്രത്യേകം പറഞ്ഞേക്ക്. അവന്മാരെന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കൊന്നും തോന്നുന്നില്ല. ആദം കുറച്ച് ദേഷ്യക്കാരനാ. ആ, ഞാൻ പറഞ്ഞേക്കാം. ബായ്. എടാ കുരുപ്പേ, ആ വാടൻ ചതിച്ചു എന്നാ തോന്നുന്നേ. ഇത്രയും നേരമായിട്ട് അവനെ കാണുന്നില്ലല്ലോ. ചെക്കനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് കയറണമെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ ബലമായ സംശയം, ഇനി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കാണുമോ? പറയാൻ പറ്റില്ല. ഇന്ന് താൻ ഏതോ സീനിയറിന്റെ ചള്ളക്കിട്ട് പൊട്ടിച്ചതാന്നല്ലേ പറഞ്ഞത്. ദൈവമേ, ഇനി അവരെങ്ങാനും കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തു കാണുമോ? ഡാ, നിന്നെ ഞാനുണ്ടല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പോടാ, നീ എന്നെ പറഞ്ഞു പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അയ്യോ ക്രിസ്റ്റി, ഞാനൊരു സാധ്യത പറഞ്ഞതാണ്. അങ്ങനെയും സംഭവിക്കാം. ആ, ആൽവി, നീ എന്താ ഇത്രയും ലേറ്റ് ആയേ? നിന്റെ ഫോൺ പിന്നെ എന്നാ കോപ്പിനാടാ? വിളിച്ചാ ഫോൺ എടുത്തൂടെ നിനക്ക്? അതെ, ഫോണിന്റെ ചാർജ് ചെറുതായിട്ടൊന്ന് തീർന്നു പോയി. അതാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയും പോയി. അതുകൊണ്ട് എടുക്കാത്തെ. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എത്തിയല്ലോ. ഇതേതാ പുതിയൊരു അവതാരം? ഹായ്, എന്റെ പേര് ഫെലി. ഞാനാണ് നിങ്ങളുടെ പുതിയ റൂംമേറ്റ്. ഓ ഐ സി. ഹായ് മിസ്റ്റർ എലി, എന്റെ പേര് ആൽവിൻ ജേക്കബ്. അയ്യോ ആൽവി, എലി അല്ല, ഫെലി, ഫെലിക്സ്. നിങ്ങൾക്ക് എന്നെ ഫെലി എന്ന് വിളിക്കാം, അല്ലാണ്ട് എലി അല്ല കേട്ടോ. ഹായ് ക്രിസ്റ്റി, ആൽവി. എൻ്റെ പേര് ലയ. ഹായ് ലയ. തന്റെ കവിളിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, ഇന്നലെ അമ്മാതിരി അടിയാണല്ലോ കിട്ടിയത്, അതുകൊണ്ട് ചോദിച്ചതാ. ഇനിയെങ്കിലും നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഏ, വേദനയൊന്നുമില്ല. എന്നാലും ചെറിയൊരു വിഷമം. എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ തല്ലിയത്. എല്ലാവരും ഇപ്പോൾ അത് പറഞ്ഞ് കളിയാക്കുക. പിന്നെ സോറി കേട്ടോ, ഞാൻ കാരണം നിങ്ങളും ഇപ്പോൾ വലിയ പ്രോബ്ലത്തിലായില്ലേ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. രണ്ടുപേരും സൂക്ഷിക്കണം കേട്ടോ. അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാ. ഇനി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഒക്കെ ഇത് ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. ഞാനാണല്ലോ ഇതിനൊക്കെ കാരണം. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇത് തന്നെയാ. എവിടെ പോയാലും കളിയാക്കാൻ ഒരാള്, ചിരിച്ചു തള്ളാൻ ഒരാള്. ഏ ലയ, താനിങ്ങനെ വിഷമിക്കല്ലേ. ഈ അടി 2 ദിവസം കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് മറക്കും. പിന്നെ തന്നെ ആരും അത് പറഞ്ഞ് കളിയാക്കില്ല. അങ്ങനെയാണോ എല്ലാവരും? ഒരു ദിവസം അവർക്കൊരു വാർത്ത, മറ്റൊരു ദിവസം മറ്റൊരു വാർത്ത. അതാലോചിച്ച് താനിങ്ങനെ ഡിപ്രസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. താൻ അതാലോചിച്ച് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കൂടിപ്പോയാൽ ഞങ്ങളെ ഫിസിക്കലി ഹേർട്ട് ചെയ്യാനേ അവർക്ക് പറ്റുള്ളൂ. അതങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മറുപടി എങ്ങനെയാ കൊടുക്കണ്ടേന്നും അവരെ എന്താ ചെയ്യേണ്ടതെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാം സംസാരിച്ച് തീർത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നത്. എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഞങ്ങൾക്കും അറിയാം. സോ യു ഡോണ്ട് ഹാവ് ടു വറി ആൻഡ് വി ക്യാൻ ബി ഗ്രേറ്റ് ഫ്രണ്ട്സ് ലയ. താങ്ക്സ് ഗൈസ്, താങ്ക് യു സോ മച്ച്. യു ആർ സോ ഗ്രേറ്റ്. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേ, ഐ ആം സോ ലക്കി ടു ഹാവ് യു ടു ആസ് മൈ ബെസ്റ്റീസ്. പിന്നെ ഞങ്ങളുടെ കൂടെ നടക്കുന്നതൊക്കെ കൊള്ളാം. അവന്മാരുടെ മുമ്പേ പോയി പെട്ടുകഴിഞ്ഞാൽ മിണ്ടാതിരുന്നോളണം. ഒരുത്തൻ വായി തുറന്നതും കൈപൊക്കിയതിൻ്റെയാണ് ഈ അനുഭവിക്കുന്നത്. ഇനി നീയും അതുപോലെ ആവരുത്. നിന്റെ കാലും ഞാൻ പിടിക്കാം. മോൻ അങ്ങനത്തെ എടുത്തുചാട്ടമൊന്നും ഇല്ല എന്ന് ഏട്ടൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല അൽവിക്കുട്ട, നീ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ അവരുടെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കൂല. ബിക്കോസ് എനിക്ക് അവരെ പറഞ്ഞപ്പോഴേ പേടിയായി. ഇനി നേരിട്ട് കാണണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ആൽവി, നീ ആരെങ്കിലും തപ്പുവാണോ? അല്ല, ഇറങ്ങി നിൽക്കുമ്പോ തൊട്ട് നോക്കുക. നീ ആരെയോ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുന്നത്. പറ മോനെ, ഇനി ആരെങ്കിലും ക്രഷ് അടിച്ചോ? എവിടാ അവള്? ഒന്ന് പോടാ. ഒരു ക്രഷും ഇല്ല, ബ്രഷും ഇല്ല. നീ ഒന്ന് വായടച്ചിട്ട് കുറച്ചു നേരം നിൽക്കുവോ? ഓ, ആയിപ്പാ, ഞങ്ങൾ രണ്ടും അത് വിശ്വസിച്ചു അല്ലേടാ ഫെലി?
ഉം, ഇതെന്താ നോക്കാതെ പോയേ? എന്നെ കണ്ടില്ലേ? കണ്ടതാണല്ലോ, പിന്നെ എന്നെ നോക്കാതെ പോയേ. ഉം, അല്ല, ഞാനെന്തിനാ അയാൾ നോക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നേ? എനിക്ക് എന്നാ എൻ്റെ കർത്താവെ പറ്റിയത്? കോൺസെൻട്രേറ്റ് ആൽവി, കോൺസെൻട്രേറ്റ്. ഇതെന്താടാ ബാക്കിയൊന്നിനെയും കാണാത്തെ? ഒരു സാധനം മാത്രം ഇത് കൂടി നടന്നു പോയത്. ദൈവമേ, അവർക്കാർക്കും ഇന്നലെ നടന്നതൊന്നും ഓർമ്മയുണ്ടാകല്ലേ. അതെ അതെ, ഇപ്പം മറക്കും. എന്താന്ന് വെച്ചാൽ അവര് മനുഷ്യരല്ലല്ലോ. എന്തുവാ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയുന്നത് ക്രിസ്റ്റി? ഹാ, മിക്കവാറും എന്തെങ്കിലും വലുത് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പേടിക്കണ്ട, ഉടനെ കിട്ടിക്കോളൂ. നീ ഞങ്ങളുടെ സൈഡാണോ അവരുടെ സൈഡാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. രാവിലെ വന്നപ്പോ തൊട്ട് നീ ഇതന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫെലിയാണൊന്നും നോക്കത്തില്ല. ഇവിടുന്ന് എടുത്ത് ഒറ്റ ഏറുതിരിഞ്ഞ് മുണ്ടാതിരുന്നു അവിടെ. ഹായ് ഗൈസ്. ഹായ്. താനാരാ? ഇയാളെന്താ ഇവിടെ? ഞാൻ ഇവിടെ പഠിക്കാൻ വന്നതാ. അയ്യോ, ആന്നോ? ഞാൻ വിചാരിച്ചു മാങ്ങാ പറിക്കാൻ വന്നതാണെന്ന്. ഇയാൾ എന്തൊക്കെ പൊട്ടത്തരാടോ ഈ വിളിച്ചു പറയുന്നേ? ആരെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് മാങ്ങാ പറിക്കാൻ വരുവോ? പൊട്ടൻ. കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനായാലും ഇനിയെങ്കിലും ആ വാ അടച്ചു വെച്ചിട്ട് ഇവിടെ ഇരിക്കും. ഹായ്, എന്റെ പേര് സന. തന്റെ പേരെന്താ? ഹായ് സന, ഐ ആം കിരൺ സൂര്യ. വെയിറ്റ്, കിരൺ സൂര്യ? നീ ആ തേർഡ് ഇയറിൽ പഠിക്കുന്ന കാർത്തിക്കിന്റെ അനിയനല്ലേ? കാർത്തിക് സൂര്യയുടെ അനിയൻ കിരൺ സൂര്യ. ആ അതെ, അതെന്റെ ഏട്ടനാ. നിനക്ക് എല്ലാരെയും അറിയോ? ഏട്ടനെ എങ്ങനെയാ പരിചയം? ആ, അതൊക്കെ അറിയാം. നിന്റെ ഏട്ടനെ അറിയാത്ത ആരാ ഈ കോളേജിലില്ലേ? 24 മണിക്കൂറും ഗേൾസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലല്ലേ പണി. ആഹാ, എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നു. ശരിയാക്കി തരാട്ടാ. ഇയാൾ എങ്ങോട്ടാ എപ്പോഴും ഇങ്ങോട്ട് തന്നെ പോകുന്നേ? ഒന്ന് പോയി നോക്കാം. ക്രിസ്റ്റി, നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് ചെല്ല്, ഞാൻ ഇപ്പൊ വരാവേ. നീ ഇതെങ്ങോട്ട് പോവുക? മര്യാദയ്ക്ക് വാടാ, വല്ലതും പോയി കഴിക്കാൻ നോക്കാം. എടാ നിങ്ങൾ പൊക്കോ, ഞാൻ അങ്ങ് വന്നേക്കാം. ഞാനിപ്പോ വരാവേ. കർത്താവേ, ഇയാളിത് എങ്ങോട്ടാ? ഞാനാണെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ട് പോലുമില്ല. എങ്ങാനും പെട്ടാൽ തീരുമല്ലോ, തിരിച്ചു പോയാലോ? എന്നാലും ഇയാൾ ഈ കോട്ടും സ്റ്റെത്തൊക്കെ എടുത്തോണ്ട് ഇത് എങ്ങോട്ടാ? ജസ്റ്റി, എന്തീ കാണിക്കുന്നേ? വിട്. കൊറേ നേരായല്ലോ നീ എന്റെ പിന്നാലെ കൂടിയിട്ട്. എന്താ മോന്റെ ഉദ്ദേശം? എന്തിനാ എന്റെ പുറകെ വന്നേ? അത് ഞാൻ വെറുതെ പുറകെ എവിടെ പോവാൻ നോക്കാൻ വേണ്ടി. വിട് പ്ലീസ്. ഞാൻ പോവാ, ഞാൻ തിരിച്ചു പൊക്കോളാം. വിട്. ഹാ, നീ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി പോവണ്ട. കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കും, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. വാ. ഹാ, മതി മതി കഥ പറഞ്ഞതൊക്കെ. ഇനി എല്ലാരും പോയിട്ട് കിടക്കാൻ നോക്ക്. ടൈം എത്രയാണെന്നാ നിങ്ങളുടെയൊക്കെ വിചാരം? കഥ കേട്ടിരുന്നാ മതിയോ? ബാക്കിയൊക്കെ നാളെ. എല്ലാരും എഴുന്നേറ്റേ. എടി പൂടി ദുഷ്ടി, അവള് കഥയുടെ ഫ്ലോ കളഞ്ഞു. ബാക്കി ഞാൻ നാളെ പറയാം. എന്നാ കിടക്കാം. ഗുഡ് നൈറ്റ്. ഞങ്ങളെ ഒറ്റിക്കൊടുത്തിട്ട് നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോനെ? ഹാ, ഏതായാലും നിനക്കുള്ളത് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. അവനും ഇങ്ങോട്ട് വരട്ടെ. ഏതായാലും ഞങ്ങളുടെ പാസ്വേഡ് അടക്കം നിനക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നിയ ആ മനസ്സുണ്ടല്ലോ, നിന്നെ അത്രയും വിശ്വസിച്ചോണ്ടാ ഒരാഴ്ച ഇവിടെ താമസിച്ച് പണിയെടുക്കാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊട്ടുണ്ടാക്കുന്നു. നീ എന്തൊക്കെ ചെയ്താലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ ആൽവിയുടെ കൂടെ കൂടിയിട്ട്
നീ എനിക്കെതിരെ പ്രവർത്തിച്ചില്ലേ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മോനെ. ആ ഏതായാലും 2 ദിവസം അവൻ ഇവിടെ തന്നെ കിടക്കട്ടെ. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു വരുത്. ബാക്കി അപ്പൊ നോക്കാം. കർത്താവെ, അന്ന് ഒരു ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയാ ഏതോ ഒരുത്തന്റെ പേര് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞത്. ഇതിപ്പോ ഞാൻ കാരണം ആ പാവത്തിനും അവന്റെ കുടുംബത്തിനും അനുഭവിക്കേണ്ടി വന്നല്ലോ എല്ലാം. എനിക്ക് എന്തായാലും അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ആൽവിനെ വിളിച്ചേ പറ്റൂ. ഹലോ ക്രിസ്റ്റി, എന്നാടാ പറ്റിയേ? നീ എന്നെ ഈ നേരത്ത് വിളിക്കുന്നേ? ആൽവി, ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനന്ന് എന്നെ ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ടണലിന്റെ പണി എടുക്കാൻ വന്ന ആളായിരിക്കും പാസ്വേഡൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു. അവരതും വിശ്വസിച്ച് അവനെ കൊണ്ടത് ബേസ്മെന്റിൽ ഇട്ടിട്ടുണ്ട്. എടാ, അത് അയാളൊരു പാവാടാ. അയാളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കാരണം ഇപ്പം അയാൾ 2 ദിവസം അയാൾക്കൊരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്നാ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അയാളെ ഹെൽപ്പ് ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പ്ലീസ് ആൽവി, ഒന്ന് വാ. ഓഹോ, അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളെ പോലും വെറുതെ വിടില്ല എന്ന നിലപാടിലാണോ ജസ്റ്റി? ഇവനെന്താ ഭ്രാന്താണോ? സത്യം എന്താന്ന് പറയാതെ അവൻ്റെ ഓരോരോ. ഞാൻ വരാം, നീ പേടിക്കണ്ട. പിന്നെ നീ എന്നെ ഇങ്ങനെ വിളിച്ച് വെറുതെ അവർക്ക് ഡൗട്ട് ഉണ്ടാക്കി വെക്കണ്ട. നീ പോയി കിടക്കാൻ നോക്ക്. രാവിലത്തേക്ക് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ട് കാണാം. അത് ഈ ആൽവിയുടെ വാക്കാ. എൻ്റെ ജസ്റ്റി, വേണ്ട വേണ്ടാന്ന് വെച്ച് പുറകോട്ട് മാറുമ്പോൾ നീ സമ്മതിക്കില്ലല്ലേ? പണ്ടത്തെ ആൽവി ആയിരുന്നെങ്കിൽ ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നേനെ. പക്ഷേ നീയായിട്ട് തന്നെയാണ് എന്നെ മാറ്റിയത്. എങ്ങനെ ഒരാളെ എതിർക്കണം, എങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണമെന്നും എങ്ങനെ വില്ലനാവണമെന്നും ഒക്കെ നീ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പഠിപ്പിച്ച ആൾക്ക് എന്നെ തിരിച്ചൊരു കൊത്തു കൊടുത്താലോ? നല്ല രസമായിരിക്കും അല്ലേ? ഏതായാലും ഞാൻ നിന്നെ ക്യാമറയിലൂടെയല്ലേ കണ്ടത്. നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആൽവി, എന്തു പറ്റി? എന്തിനാ ഇപ്പം എല്ലാവരും ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ക്രിസ്റ്റി വിളിച്ചായിരുന്നു. അവരുടെ വീടിന് ടണലുണ്ടാക്കി കൊടുത്ത അതേ ശിവ തന്നെയാണ് നമ്മുടെ വീട്ടിലും ടണലുണ്ടാക്കി തന്നത്. ശിവനെ അവന്മാർ പൊക്കി. അവൻ എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാ അവന്മാരിപ്പോൾ അവനെ കൊണ്ട് ഈ ബേസ്മെന്റിൽ ഇട്ടിരിക്കുന്നത്. അവനെ ഹെൽപ്പ് ചെയ്യണം. അവനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളും അവനും തമ്മിലുള്ള യാതൊരു ബന്ധവും അയാൾക്ക് അറിയത്തില്ല. വെറുതെ അയാളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് വേണ്ടി ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയതാ. ഇനിയും അത് വേണ്ട. എന്നെ കളത്തിലിറക്കിയ ജസ്റ്റ് അടങ്ങുമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം പണ്ടത്തെ ആൽവിയും ഇപ്പോഴത്തെ ആൽവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് മിഷൻ അല്ലേ? പറഞ്ഞ മോനെ, എന്ത് ചെയ്യാൻ ഞങ്ങൾ റെഡിയാ. കാത്തിരിക്കുമായിരുന്നു ഇതിനു വേണ്ടി. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യണ്ട. ശിവയുടെ ഫാമിലീൻ്റെ അടുത്ത് എത്തണം. നീയും ലിസയും ആര്യയും എത്രയും പെട്ടെന്ന് അവൻ്റെ വൈഫിനെയും പിള്ളേരും എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. ഒരു സേഫായ സ്ഥലം, അവന്മാരുടെ കണ്ണിൽ പെടാതെ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം, അവിടത്തേക്ക് അവരെ മാറ്റണം. അപ്പോഴേക്കും അവനെയും കൊണ്ട് ഞാൻ എത്തിക്കോളാം. അങ്ങനെ ശിവനെ രക്ഷിക്കാൻ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. അവന്മാരുടെ കയ്യിൽ നിന്നെയും കാണും കിട്ടിയ അവര് പിച്ചി ചീന്തും. സോ ഞാനും വരാം. ഇച്ചായ, പണ്ടത്തെ ആൽവിനോടാണ് ഇത് ഇച്ചായം പറയുന്നെങ്കിൽ ഒരു കാര്യമുണ്ട്. പക്ഷേ എനിക്ക് ആരുടെയും സഹായം വേണ്ട. അവന്മാരുടെ മുന്നേ കൂടെ പോയി ശിവനെ എടുത്തുകൊണ്ട് വരാൻ എനിക്ക് നന്നായിട്ടറിയാം. ഇച്ചായൻ തൽക്കാലം ഇവര് 3 പേരും പെൺകുട്ടികളാ, ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. ഇച്ചായൻ ഇവരുടെ കൂടെ ചെല്ല്, അല്ലെങ്കിൽ സാറേന്റെ കൂടെ ഇവിടെ ഇരിക്കും. രാത്രി സാറയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇച്ചായൻ വേണം. അതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യണം നിർബന്ധമാണെങ്കിൽ ഇവരുടെ കൂടെ പോയാൽ മതി. എൻ്റെ കൂടെ ഒരുത്തനും വരണ്ട. ജസ്റ്റ് ഇവിടെ അണ്ണാക്കിലേക്ക് ഇട്ട് പണി കൊടുത്തിട്ട് ശിവനെ എങ്ങനെ പൊക്കിക്കൊണ്ട് വരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇച്ചായനെ പോകാൻ നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ജെന്നിയും ലിസയും ഇച്ചായനും കൂടി ചെല്ല്. ഞാനിവിടെ സാറേൻ്റെ കൂടെ ഇരുന്നോളാം. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവക്കൊരാൾ അടുത്ത് വേണ്ടേ? ഞാനിവിടെ ഇരുന്നോളാം. സെറ്റപ്പ് ഒക്കെ ഏതായാലും കൊള്ളാം. ഉറങ്ങ് മക്കളെ, ഉറങ്ങ്. രാവിലെ നിങ്ങളെയും കാത്ത് നല്ലൊരു വാർത്ത ഉണ്ടാവും. ഹലോ,
അവരെല്ലാരും ഉറങ്ങിയോ? ഞാനേതായാലും കയറാൻ പോവാ. ക്ലിയർ അല്ലേ? ആൽവി, കയറല്ലേ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ബാക്കിയുള്ളവന്മാരൊക്കെ ബേസ്മെന്റിലാണല്ലേ, അവരെ ഞാൻ എങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കാം. നിങ്ങൾക്കാർക്കും എന്താ ഫുഡൊന്നും കഴിക്കണ്ടേ? മുകളിൽ ചിത്തുവട്ടൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പേര് ഇവിടെ നിന്നാൽ മതി. ബാക്കി എല്ലാവരും പോയി ഫുഡ് കഴിച്ചിട്ട് വാ. എടാ ക്രിസ്റ്റി, എന്താടാ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചിത്തുവേട്ടൻ? അതേടാ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി മിണുങ്ങിയിട്ട് വാ. അയ്യോ, ചിക്കൻ ബിരിയാണി! ജോണേ വാടാ, തീരുന്നതിന് മുമ്പ് പോയി കേറ്റാം. വാ വാ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് കുറച്ച് മണഗുണാഞ്ചന്മാരാണല്ലോ കിട്ടിയിരിക്കുന്നേ. ആ ആൽവി, അവന്മാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. 3-4 പേര് മാത്രമേ ബേസ്മെന്റിൽ ഉണ്ടാവുള്ളൂ. അവരെ നിനക്ക് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഗണ്ണ് യൂസ് ചെയ്യരുത്, സൗണ്ട് മുകളിലേക്ക് വരും. അല്ലാതെ സൗണ്ട് അങ്ങനെ മുകളിലേക്ക് വരത്തൊന്നുമില്ല. എല്ലാവരും നല്ല ഉറക്കവാ. ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ എന്നെ അപ്പം തന്നെ വിളിക്കണം, മറക്കരുത്. ശരിയെന്നാ. ശിവ, 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 വേക്കപ്പ്. സാർ എന്താ ഇവിടെ? പ്ലീസ് ഹെൽപ്പ് മീ സാർ. ഞാനൊന്നും ചെയ്തിട്ടില്ല. താനിങ്ങനെ പേടിക്കാതെ. നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. സാറേ, എൻ്റെ വൈഫും മോളും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവർ സേഫാ. നമ്മളിവിടെ നിന്ന് നേരെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തൽക്കാലം നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവരുറപ്പായിട്ടും തൻ്റെ പുറകെ വരും. അതുകൊണ്ടാ. എഴുന്നേക്ക്. അവരറിയുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങണം. താങ്ക് യു സോ മച്ച്. മോളുടെ ബർത്ത്ഡേയാ. അവക്കുള്ള ഗിഫ്റ്റും വാങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയാ ഇങ്ങനെയൊന്നും സംഭവിച്ചത്. മോളെ കാണാൻ പറ്റില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ലടോ. ഒന്നില്ലേലും നീ എൻ്റെ ഫ്രണ്ടല്ലേ. എണീക്ക് വാ. ഇത് ഞാൻ പണ്ട് കോളേജിൽ പഠിച്ച സമയത്ത് യൂസ് ചെയ്ത ഫ്ലാറ്റാ. കുറച്ചു കാലമായിട്ട് പൂട്ടിക്കിടക്കുമായിരുന്നു. തൽക്കാലം നിങ്ങളിത് യൂസ് ചെയ്തോളൂ. ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളിത് മേടിച്ചിട്ട് ഇങ്ങോട്ട് മാറിയതാന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ കാശ് എനിക്ക് വേണ്ട, നോക്കുമൊന്നും വേണ്ട കേട്ടോ. പിന്നെ നിന്റെ പഴയ ജോലി വിട്ടേക്കടാ ശിവ. നാളെ തന്നെ ഇച്ഛായ നിനക്ക് ഒരു പുതിയ ജോലി ആക്കി തരും. പിന്നെ ഇത് കയ്യിൽ വെച്ചോ. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി വന്നാലോ? കുറച്ച് കാശാ, വേണ്ടാന്ന് പറയണ്ട. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്റെ വീട് ഇവിടുന്ന് അടുത്ത് തന്നെയാ. എന്റെ പേര് ജെയ്ഡൻ. എന്റെ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തോട്ടോ. ഈ ചുന്ദരി വാവയുടെ ബർത്ത്ഡേ ആണെന്നാ പറഞ്ഞേ. ഞങ്ങള് കുറച്ച് കേക്കും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് പോവാം. ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഇനി സെന്റി അടിക്കൊന്നും വേണ്ട. വാ, കേക്ക് മുറിക്കാം. എനിക്ക് കേക്ക് കണ്ടിട്ട് കൊതിയ വന്നു. നിങ്ങളെയൊക്കെ പിന്നെ ഞാൻ എന്തിനാ നിർത്തിയിരിക്കുന്നേ? കണി കാണാനാണോ? അവനെ ആരെ കൊണ്ടുപോയത് പോലും അറിയത്തില്ല. നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? അത് പിന്നെ ഫുഡ് കഴിക്കാൻ പോയതാ. പക്ഷെ ഞങ്ങളിവിടെ 4 പേരെ നിർത്തിയിട്ടാ പോയത്. അത് മാത്രം കൃത്യസമയത്ത് കേറ്റാൻ അറിയുന്നുണ്ടല്ലോ. ഒരു ജോലി തന്നാ ചെയ്യാൻ അറിയത്തില്ലേ? ധാരാ കൊണ്ടുപോയേ, എവിടുന്നാ വന്നേ ഒന്നും അറിയത്തില്ല. 4 പേരെ നിർത്തിയിട്ട് പോയി. അവന്മാരുടെ കോലം കണ്ടല്ലോ. എടാ ജസ്റ്റി, ദേ ഒരു കത്ത്. എന്നെ കളത്തിലിറക്കാൻ വേണ്ടിയാണ് നീ ഈ ചെയ്തു കൂട്ടിയതെങ്കിൽ മോനെ ജസ്റ്റി, ഞാൻ കളത്തിലിറങ്ങി. നിനക്ക് എന്നോടുള്ള വെറുപ്പ് കൊണ്ട് എന്തും ചെയ്യാമെന്നാണെങ്കിൽ തിരിച്ചെനിക്കും ചെയ്യാം. ജസ്റ്റ് എന്നെ ഒന്ന് സഹായിച്ചു എന്ന പേരിൽ നീ ഒരു പാവത്തെ കൊല്ലാൻ നോക്കിയത്. പക്ഷേ ഞാനുള്ളിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ഇത്രയ്ക്ക് മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജസ്റ്റി. പഴയ ജസ്റ്റി എവിടെയോ നിന്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി നീ അതിനെ പുറത്ത് കൊണ്ടുവരണമെന്നില്ല. ഇത്രയും കാലം ഞാൻ അതിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവില്ല. നിന്നോട് മാത്രമല്ല, ബാക്കിയുള്ളവരോടും ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ പുറകെ ഓടി നിങ്ങൾക്കാർക്കും മടുപ്പില്ലേ? എത്ര വർഷം നിങ്ങൾ ഓടും?
നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. എൻ്റെ രോമത്തെ പോലും തൊടാൻ നിങ്ങൾക്കൊണ്ട് പറ്റില്ല. അപ്പോ എൻ്റെ മക്കളെ, കളിക്കാൻ ഇറങ്ങുമ്പോൾ അപ്പുറത്തേ നിൽക്കുന്നത് പഴയ ആളല്ല എന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് നിങ്ങൾക്കുള്ള ഒരു കത്ത് മാത്രമല്ല, ഒരു വാണിംഗ് കൂടിയാണ്. എനിക്ക് വേണ്ടി നിരപരാധികളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെ നിങ്ങൾ ഏത് വിധേന ചെയ്താലും അതിനെ എതിർക്കാൻ ഞാനിവിടെ ഉണ്ടാവും. ഇന്ന് ജസ്റ്റിയുടെ മാത്രം ബോയ്ഫി.